മോഡലിംഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. ഇന്നലെ അറസ്റ്റിലായ കൊച്ചിയിലെ മോഡൽ അലീനയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മുംബൈയിൽ നിന്ന് പിടിയിലായ മറ്റൊരു പ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയ തോതിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി യുവതികൾ ഈ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം, ഈ അലീനയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് കിട്ടിയതെന്തൊക്കെയാണ്? കൊച്ചിയിൽ വലിയ തോതിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ചില അറസ്റ്റുകൾ, ചില കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മോഡലിംഗിന്റെ മറവിലാണ് യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കൊച്ചിയിൽ ഒരു മോഡൽ അലീന എന്ന മോഡൽ അറസ്റ്റിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. മുംബൈയിൽ നിന്ന് പിടിയിലായ മറ്റൊരു പ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിൽ എത്തിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഈ ഇന്നലെ അറസ്റ്റിലായ മോഡൽ അലീന, അവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിരവധി യുവതികൾ ഈ റാക്കറ്റിന്റെ പിടിയിലായിരുന്നു എന്നുള്ള വിവരമല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പോലീസാണ് ഈ വിഷയത്തിൽ കൊച്ചിയിൽ കേസെടുത്തിട്ടുള്ളത്. അലീന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. നേരത്തെ സിന്ധു മുംബൈയിൽ നിന്നും അറസ്റ്റിലായിട്ടുണ്ട്. സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. ഈ മോഡലിംഗ് രംഗത്ത് വലിയ തുകകളും വലിയ അവസരങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നത്. അതിനുശേഷം അവരെ മുംബൈയിലെത്തിക്കുകയും തുടർന്ന് ദുബായിലെത്തുകയും ചെയ്തു. ഈ പരാതിക്കാരിയെ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ദുബായിലെത്തിയ ശേഷം ഈ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ആ വീഡിയോയും ഫോട്ടോസും ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഒരുപാട് ആളുകളുടെ മുന്നിൽ പെൺകുട്ടി എത്തിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിട്ടുള്ളത് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. അതായത് ഈ റാക്കറ്റിന്റെ പിന്നിൽ വലിയ സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന്റെ ഒരു അഭ്യൂഹം. അങ്ങനെയാണ്. എന്തായാലും അലീന എന്ന് പറയുന്ന ലേഡിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ള കൊച്ചി മരട് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും ഇന്നുണ്ടാകും, കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഒട്ടാകെ, അതായത് സംസ്ഥാനം ഒട്ടാകെ വലതിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടും അതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെയും ഈ മോഡലിംഗിനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലൈംഗിക ആവശ്യങ്ങൾക്കും സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി പെൺകുട്ടികളെ ഉപയോഗിക്കുന്ന രീതി, അതിൽ മനുഷ്യക്കടത്ത് കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. ആ ഒരു സാധ്യത കൂടി ഉണ്ടോ എന്ന് ആരായുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സിന്ധു എന്ന് പറയുന്ന മുംബൈയിൽ നിന്നും അറസ്റ്റിലായ സ്ത്രീയെ ഇന്ന് പോലീസ് കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിലെത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങളോ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു മോഡൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി കഴിഞ്ഞു. കൊച്ചിയിലെ മോഡൽ അലീന എന്ന ആളാണ് അറസ്റ്റിലാക്കപ്പെട്ടത്. മുംബൈയിൽ നിന്ന് മറ്റൊരു പ്രതി സിന്ധുവിനെയും ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകും. പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇവരുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രതികൾ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്തരം തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി യുവതികളെ ഇവർ പെടുത്തി എന്നും സൂചനകൾ ഉണ്ട്. ആജ്ഞ, ഇതിപ്പോൾ കൂടുതൽ പേർ, അതായത് ഇപ്പോൾ 2 പേർ മാത്രമാണ് പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് എങ്ങനെയാണ് ലഭിച്ചത്? എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുമായി സംസാരിക്കാൻ പോലീസിനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടി, ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടി തിരിച്ചെത്തി പരാതി നൽകിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ റാക്കറ്റിന്റെ വിശദാംശങ്ങൾ പോലീസിന് വ്യക്തമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ സിന്ധു എന്ന് പറയുന്ന യുവതിയെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. അതേസമയം കൊച്ചിയിൽ അലീന എന്ന് പറയുന്ന സ്ത്രീയാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ സെക്സ് റാക്കറ്റ്, അതായത് മോഡലിങ്ങിന് വലിയ തുകകൾ നൽകി പെൺകുട്ടികളെ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ വലയിലാക്കുകയും വലിയ അവസരങ്ങളാണ് നൽകാൻ പോകുന്നത്, വലിയ തുകയാണ് നൽകാൻ പോകുന്നതെന്ന് പ്രലോഭിപ്പിച്ച്
എത്തിച്ചിട്ടാണ് പെൺകുട്ടികളെ ഈ കെണിയിലേക്ക് പെടുത്തുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെ ഇത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ഇവരെ ദുബായിലെത്തിച്ച ശേഷം മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും അതുപോലെ വീഡിയോകളും പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിലും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ സെക്സ് റാക്കറ്റിൻ്റെ കെണിയിൽപ്പെടുത്തുന്നതും. നിരവധി ആളുകൾക്കാണ് ഈ പെൺകുട്ടിയെ നിരവധി ആളുകളുടെ മുന്നിലാണ് ഈ പെൺകുട്ടിയെ എത്തിച്ചത് എന്നുള്ളതാണ് പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് താൻ ഇരയായതെന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് അലീനയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും മുംബൈയിൽ നിന്നും അറസ്റ്റിലായിട്ട് സിന്ധു എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് കൊച്ചിയിൽ എത്തിക്കുന്നുണ്ട്. അവരുടെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. മനുഷ്യക്കടത്തുണ്ടോ, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അവയവദാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അങ്ങോളം ഇങ്ങോളം വലവിരിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, SITക്ക് പുതിയ ഇൻഫർമേഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ കൂടി ലഭിക്കുന്നതും ഇത്തരത്തിലൊരു പരാതി വരുന്നതും. 3 പരാതികളാണ്. അതായത് വിദേശത്ത് നിരവധി യുവതികൾ ഇത്തരം സെക്സ് റാക്കറ്റിൻ്റെ കെണിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടും 3 പരാതികളാണ് പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നതെന്നാണ് മരട് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ മാത്രമല്ല ഈ കൊച്ചിയിലെ അറസ്റ്റിലായിട്ട് അലീന എന്ന് പറയുന്ന യുവതി കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ലേഡി കൂടിയാണ് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം, അതായത് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പോലീസ് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വിശദാംശങ്ങൾ, ഏത് തരത്തിലാണ് മോഡലിംഗ് രംഗത്തേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരാനുള്ള രീതികൾ, അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയവയ്ക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല ഇന്ന് സിന്ധുവിനെ കൊച്ചിയിൽ എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കൊച്ചിയിൽ എത്തിച്ച ശേഷം പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ പോലീസിന് അത്തരമൊരു പ്രതീക്ഷയുണ്ട്. പോലീസിന് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാകും, കൂടുതൽ നെറ്റ്വർക്കുകളിലേക്ക് ഇതിൻ്റെ വെളിച്ചം വീശും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് പ്രതീക്ഷയുണ്ട്. അത്തരമൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും അലീനയെ മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അലീനയെ ചുറ്റിപ്പറ്റിയും അലീനയുടെ കോൾ ലോഗും കോൾ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ച് വരികയാണ് പോലീസ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അലീനയുടെ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. അതേ തുടർന്നായിരിക്കും ഈ പറഞ്ഞതുപോലെയുള്ള, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യക്കടത്തിന് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് അവയവദാനത്തിൻ്റെ മറവിൽ നടന്ന അവയവ കച്ചവടത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ ഒരു അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും പോലീസ് അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ മോഡലിംഗിൻ്റെ മറവിൽ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെയും പോലീസിന് ലഭിച്ചിട്ടുള്ളതാണ്. അത്തരം വാർത്തകൾ നേരത്തെയും മുൻപും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരം വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ 3 പരാതികളാണ് പോലീസിന് മുന്നിലുള്ളത്. കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതേ തുടർന്ന് അന്വേഷണം കൂടുതൽ വിപുലമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായിട്ട അലീനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ മുംബൈയിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന ലേഡിയെയും ഇന്ന് കൊച്ചിയിലെത്തിക്കും. അവരെയും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ ഇൻഫർമേഷനുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.